ജലജയെ ഒരു ദിവസം എന്നെ തെറി പറയാതെ നിനക്കൊന്ന് ഇരുന്നൂടെ? എല്ലാ ദിവസവും നിങ്ങളെ ഒന്നും പറയണ്ടെന്ന് കരുതിയാണ് രാവിലെ എണീക്കുന്നത്. പക്ഷെ നിങ്ങളെ കയ്യിലിരിപ്പും വായിലിരിപ്പും കാരണം ഞാൻ എന്തെങ്കിലും വിളിച്ചു പോകും നിങ്ങളാ. ഒരു കേക്ക് വാങ്ങിച്ചോണ്ട് വന്നതല്ലേ നീ എന്നെ എങ്ങനെയൊക്കെ പറഞ്ഞത്? ക്രിസ്മസ് അല്ലേ, പിള്ളേർക്കും വായിക്കും കൂടെ ഒരു കേക്ക് വാങ്ങിച്ചോണ്ട് വന്ന് ഇവിടെ ഒന്ന് ഒത്ത് കഴിക്കാന്ന് വിചാരിച്ചപ്പം അവളെ വായിന്ന് എനിക്ക് കുറെ കിട്ടുകയും ചെയ്ത് എന്റെ വയറ് വീക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഏത് കേക്കാണ് ഞാൻ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ? 150 രൂപ പ്ലം കേക്ക്. എന്നിട്ട് നിങ്ങൾ ഏത് കേക്കാണ് വാങ്ങിച്ചത്? 1200 രൂപ 2 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ്. ഇതിന് ഞാൻ തെറി വിളിക്കണ്ടേ? വിളിച്ചതിൽ അത്ഭുതമൊന്നുമില്ല, പക്ഷെ വിളിക്കാതിരിക്കാമായിരുന്നു നിനക്ക്. പക്ഷെ നീ എന്നെ വിളിച്ചു. പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് 1200 രൂപ കേക്ക് വാങ്ങിച്ചോണ്ട് വന്ന നിങ്ങളെ പിന്നെ ഞാൻ എന്തിനു പറയണം? അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയണം. സോറി, ഹാപ്പി ന്യൂ ഇയർ കൂടെ പറയണം. ഇവിടെ എന്നാണ് പൈസ ഉള്ളത്? അത് എന്റെ അടുത്താ ചോദിക്കണം. ഞാനാ വീട്ടിലെ ഗ്രഹനാഥൻ. ആയ കാലത്ത് എല്ലുമുറിയെ പണിയെടുത്ത് സമ്പാദിച്ച് ആരി? എന്റെ അച്ഛനപ്പൂപ്പന്മാര്. അതെല്ലാം വിറ്റുവലിച്ച് ഞാൻ നിനക്ക് തന്നില്ലേ? എനിക്ക് പ്രഷർ വന്നിരിക്കുകയാണ്. എങ്കിൽ തൊണ്ടയിൽ 2 ഉള്ളക്കഴിഞ്ഞിട്ടെ അടുപ്പിന്റെ മൂട്ടി കയറി വിസിലടിക്കുമ്പോ ഞാൻ ഇറക്കി വെച്ചോളാം. നിങ്ങൾ ഈ വെളിപ്പടിച്ചോളൂ നടന്നാ മതി. നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യമൊന്നും അറിയണ്ടല്ലേ? ഓ, പിന്നെ നിനക്കെല്ലാം അറിയാല്ല. അറിയാം. അറിയാമെങ്കിൽ എനിക്കൂടെ പറഞ്ഞ ഞാനോട് അറിയട്ടെ. നിങ്ങളെ കടവട്ടത്ത് പോയാണ് മനുഷ്യ. ചുട്ടിക്ക് വെച്ചിരുന്ന പൈസ എടുത്താണ് ഇങ്ങനെ കൊടുത്തത്. ഈശ്വര, 1200 ഞാൻ ഇവിടെ ഒപ്പിക്കോ? 1200 അല്ല, എക്സ്ട്രാ ഒരു 1000 കൂടി നീ കണ്ടെത്തണം. എന്തിന്? ക്രിസ്മസ് ഒക്കെ അല്ലേ, പറഞ്ഞ വഴിക്ക് 1000 ഒരു സ്റ്റാർ ഒരു കടയിൽ കണ്ടു. അന്നമ്മടണ്ട, എനിക്കറിയാതെ അമിത ചെലവാണ്, വാങ്ങിക്കേണ്ട കാര്യമില്ലാന്ന്, അതുകൊണ്ട് വാങ്ങിച്ചില്ല. അത് അതിനു പകരം വർണ്ണശബളമായ മിന്നിത്തിളങ്ങണ ഒരു നീണ്ട ലൈറ്റ് വാങ്ങിച്ചു. പൈസ കൊടുത്തില്ല, കടം പറഞ്ഞേക്കണം. വാ കത്തിക്കാം. അടുപ്പിലിട്ട് കത്തിക്കാൻ നിങ്ങളാ? അതെന്തടി, അടുപ്പിൽ വെക്കാൻ വിറവില്ലേ? പൈസ ഇല്ലെങ്കിൽ പട്ടി വില തന്നെ വീടാണെങ്കിലും. വന്നു ലിറിക്സ് കംപ്ലീറ്റ് ആയി. പറഞ്ഞു തീർന്നില്ല, പട്ടികളെത്തി. റെഡി 3, 2, 1 ഹൈ. സാന്റ കേറി എങ്ങോട്ടേത്? ക്രിസ്മസ് വന്ന് മേലോട്ടേത്. നാടാകെ തീപ്പാറും ക്രിസ്മസ് ഇത്. കൊണ്ടാടം സാന്റാ കൂടെ വന്നു. ക്രിസ്മസ് ആട്ടം, ന്യൂ ഇയർ ആട്ടം, ക്രിസ്മസ് ആട്ടം, ന്യൂ ഇയർ ആട്ടം. നിർത്തണോന്ന് എന്തോന്നാ കാണിക്കണം? കരോളിന് പാടുള്ള പാട്ടച്ച, നമ്മളാണ് മെയിൻ ഗായകര്. ഫസ്റ്റ് നീക്കേട് പാടണമെങ്കിലേ ഒരു വീട്ടിൽ നിന്ന് നെയ്യാ പൈസ കിട്ടുന്നുള്ള കാര്യം വ്യാമോഹിക്കണ്ട. അച്ഛനറിയാമോ, കലോൾ സംഘത്തിലുള്ളവര് ഇവനെ ജൂനിയർ KG മാർക്കോസ് എന്നാണ് വിളിക്കണേ. ഇസ്രായേലിൻ നാഥനായി വാഴുന്നേക ദൈവം, സത്യദൈവം. മാർക്കോസ് എന്നായിരിക്കൂല, വെരിക്കോസ് എന്നായിരിക്കും. ഇവൻ പാടാമ്പഴേ ഞരമ്പൊക്കെ വരികയാണ് തൊണ്ടയിലെത്ത. അത് കണ്ട് ആൾക്കാർ വിളിക്കുന്നതായിരിക്കും. നമ്മളെ കൊണ്ട് കരോളുകാർക്കെങ്കിലും ഉപകാരമുണ്ട്, അച്ഛനെ കൊണ്ട് ആർക്കെങ്കിലും ഉണ്ടാ? പ്ലം കേക്ക് വാങ്ങിക്കാൻ അമ്മ പറഞ്ഞപ്പം മക്കൾക്ക് ഇഷ്ടം ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലേ എന്ന് കരുതി അത് വാങ്ങിച്ചുകൊണ്ട് വന്ന എന്നെ തന്നെ നീ പറയണം കേട്ടാ. വാങ്ങിച്ചാ എങ്കിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്യാടാ, കട്ട് ചെയ്തിട്ട് തൊള്ളയിലോട്ട് ഞാൻ കേക്ക് കുത്തി ഇറക്കി തരാം. എന്നിട്ട് ആ നാക്ക് വെച്ചിനെ ഒന്ന് കുത്ത് കേട്ടാ. അച്ഛാ, നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്നെ നീ കാരണം കൂടെ അച്ഛനൊന്ന് വിളിച്ചോല്ലേ? എങ്കിൽ അങ്ങനെയല്ല അറിയാം നമ്മൾ ഉദ്ദേശിച്ചത്. മക്കളും ഭാര്യയും കടപ്പ് തന്നെ. എന്തിനാന്തോ ഞാൻ അന്ന് കയറി കല്യാണം കഴിച്ചത്? വല്ല സിഗ്മ മെയിലുമായിട്ട് നടന്നാ മതിയായിരുന്നു. ചവിട്ടി താഴ്ത്തിയുള്ള ജീവിതം അങ്ങ് മരിച്ചാ മതി. ഇതെന്ത് പെട്ടെന്നൊരു നെഞ്ചുവേദന? അല്ല, ഗ്യാസും കയറിയത് തന്നെ. ജലജ വേണ്ട, അവളെ വിളിച്ച ഉള്ള ഗ്യാസ് കൂടെ പോകും. ഒന്ന് കിടക്കാം. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുന്നേ ഈശ്വര. എന്തൊക്കെ പറഞ്ഞാലും അവറ്റയുടെ മൂന്നല്ലേ എനിക്ക് കൂട്ടായിട്ടുള്ളൂ. ജലജ പറഞ്ഞത് ശരിയാണ്. പൈസ ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന ആർക്കായാലും ദേഷ്യം വരും. എന്തായാലും നാളെ തൊട്ട് വല്ല ജോലിക്കും പോകണം. അല്ലെങ്കിൽ വേണ്ട, ന്യൂ ഇയർ കഴിഞ്ഞിട്ട് പോവാം. പെട്ടെന്ന് അങ്ങനെ നന്നാ വേണ്ട. ജലജയുടെ ഇപ്പോൾ ഒരു സോറി പറഞ്ഞിട്ട് വരാം. അവിടെ പിണക്കങ്ങ് മാറ്റാം. ഇവിടെ നിൽക്കണം. ജലജ സോറിയേ. ജലജ സോറിന്ന്. നമുക്ക് വേണമെങ്കിലേ ബ്ലാക്ക് ഫോറസ്റ്റ് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാം.
അല്ലെങ്കിൽ പിന്നെ കേക്ക് ഇവിടെ ഇരിക്കട്ടെ, തിരിച്ചു കൊടുക്കണ്ട. നമുക്ക് പൈസ ഞാൻ അങ്ങനെ മറിച്ച് കൊടുത്തോളാം. ജലജ, ഞാൻ പറഞ്ഞു വന്നത്, കാല് പിടിക്കാൻ വന്ന ഞാനാരായി? ഒന്ന് മൈൻഡ് പോലും ചെയ്യണില്ല. നാറ് ഒരു കൂട്ടത്തോടെ ഇങ്ങനെ തന്നെ. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമുക്ക് കേക്ക് എടുത്ത് കഴിക്കാം. അതെ അതെ, ഞാൻ ഉറങ്ങിക്കിടക്കാനെ നീ ഒന്നും കാത്തിരിക്കണ്ട. നിനക്ക് തന്നെ ആ കേക്ക് വാങ്ങിച്ചത്, പിന്നെ വേറെ ആർക്ക്? എന്നാലും അച്ഛൻ എവിടെ എനിക്ക് കേക്ക് എടുത്ത് വെച്ചേക്കണ? ആ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടേ. ഒരു ഐഡിയ ഇല്ല. എന്തോന്ന് ഐഡിയ? ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടാ അത്? എന്തായാലും എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പം നമുക്ക് അടുക്കളയിലും പരിസരത്ത് ഒരു റൗണ്ട് അടിക്കാം. എന്തെങ്കിലും കിട്ടാതിരിക്കൂല. കേക്ക് കിട്ടിയാൽ നല്ലത്. ഇവന്റെയൊക്കെ എണ്ണത്തിനെ ചെവി അടിച്ചു പോയാ. കൊച്ചിലെ അടിച്ച് വളർത്താതിന്റെ കുഴപ്പമാണ് ഇത്. എണ്ണോടെ ജലജ എവിടെ നിൽക്കൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തൊരനുസരണ. അതെ, നിങ്ങൾ എണീറ്റാണ്, ചോറ് വിളമ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നിൽക്കണ്, നീ അവിടെ പോയി ആരെയാണ് വിളിക്കണത്? ഓ, ചിലപ്പോ എന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ? കുഴപ്പമില്ല, ഞാൻ തിരിഞ്ഞു നിൽക്കാം. നീ എന്നെ ഒന്ന് മിണ്ടിക്കോ. കളിക്കാതെ നമ്മൾ എണീറ്റാണ്. ജലജേ, ഇത് കുറെ നേരമായി, കൂടുതൽ കളിക്കല്ലേ നീ. ഞാൻ എന്റെ ഭർത്താവാണ്, അല്ലാതെ ഞാൻ ഒരു കോമാളിയല്ല. മനുഷ്യ മനുഷ്യ, ഷെടാ, എവള് ആരെ കിടന്ന് കുറെ നേരം കൂടെ കിടന്ന് വിളിക്കണത്? മനുഷ്യ മനുഷ്യ, അതെ ഞാൻ. അപ്പൊ ഞാനാ? അതെ. മക്കളെ ഓടി വേണം, അച്ഛൻ എണീക്കല്ല. എന്തിനാ പറയണ? അച്ഛൻ എണീക്കല്ല എന്നാ? എടാ, ഞാൻ ഇവിടെ നിക്കണ്ടാ. അച്ഛാ, അച്ഛാ അച്ഛാ, അച്ഛാ അച്ഛാ, അച്ഛാ 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 അമ്മ, അച്ഛാ. മക്കളെ, ഇപ്പൊ ഇവിടെ എന്തിനു സംഭവിക്കണം? ഞാൻ അവിടെ കിടക്കണ്, ഞാൻ അവിടെ നിക്കണം. എനിക്കൊരു പിടിയും കിട്ടണില്ല. എടേ മരിച്ച്. മരിച്ചെങ്കിൽ പോയി ശവക്കല്ലറ കിടടായി. എടേ നീ മരിച്ചെന്ന്. മരിച്ചെന്നാ? അത് പറയാ താനാര്? KALLAN. കള്ളനാ? സോറി, സ്പെല്ലിംഗ് തെറ്റിപ്പോയി. KALLAN. കാലൻ. കാലനാ? അതെ, നീ ഒന്ന് കണ്ണടച്ചാലോചിച്ചു നോക്ക്. വന്ന് കിടക്ക. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുന്ന ഈശ്വരാ. എന്തൊക്കെ പറഞ്ഞാലും അവറ്റകളെ മൂന്നെണ്ണതേ എനിക്ക് കൂട്ടായിട്ടുള്ളൂ. ജലജയടുത്ത് ഇപ്പൊ ഒരു സോറി പറഞ്ഞിട്ട് വരാം. അവിടെ പിണക്കങ്ങ് മാറ്റാം. ജലജ, സോറിന്ന്. ഒന്ന് മൈൻഡ് പോലും ചെയ്യണില്ല. നാറ്. എന്നാലും അച്ഛൻ എവിടെ എനിക്ക് കേക്ക് എടുത്ത് വെച്ചേക്കണ? എന്തോന്ന് ഐഡിയ? ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടാ അത്? ഞാൻ മരിച്ചല്ലേ? പടമായി. അവരെല്ലാം അകത്തിരുന്ന് കരയാണ്. പിന്നെ നീ മരിച്ചു കിടക്കുമ്പോ അവരെല്ലാരും കൂടെ പൊട്ടിച്ചിരിക്കണോ? എന്നാലും ഇത്ര പെട്ടെന്ന് ഞാൻ പെട്ടെന്നാ? നിന്നെ എടുക്കണോ വേണ്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണ സമയത്ത് നീ അല്ലടാ പറഞ്ഞത് മരിച്ചാ മതിന്ന്. അത് കേക്കേണ്ട താമസം നിന്നെ ഞാനിങ്ങനെ റാഞ്ചി. ഇപ്പൊ എന്തിനു ചെയ്യും? വാ, നമുക്ക് മണ്ണപ്പം ചുട്ട് കളിക്കാം. അല്ല, സാറ്റ് കളിക്കാം. എടാ, മേളിലോട്ട് പോണം. കെട്ടിയിട്ടേക്കണ പോത്തെ കയറും പൊട്ടിച്ച് പോണതിന് മുമ്പ് അതിന്റെ പുറത്ത് നമുക്കങ്ങ് പോവാളേന്ന്. ഇല്ല, ഞാൻ വരൂല. എവരെയൊക്കെ വിട്ടേ, എനിക്ക് വരാൻ പറ്റൂല. വിളിച്ചാ വരാതിരിക്കാൻ ഞാൻ നിന്നെ സിനിമയ്ക്കല്ല വിളിച്ചത്. മര്യാദക്ക് വന്നോണം. ഞാൻ വരൂല. ദർഗ, കൂടുതൽ വിളച്ചിലെടുക്കല്ലേ. ഞാൻ ഒന്ന് വിസിലടിച്ച് എന്റെ പോത്ത് വന്ന് നിന്നെ കൊരുത്തെടുത്തോണ്ട് പോവും. രാത്രി വിസിലടിച്ചുകൂടാ, പാമ്പ് വരും. അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്. നീ വാ, നീ വാ, നീ വാ. ഞാൻ വരാം, പക്ഷേ എനിക്ക് അവരെയൊക്കെ അവസാനമായിട്ടൊന്ന് കാണണം. കണ്ടിട്ട് എല്ലാവരുടെടുത്തും യാത്ര പറയണം. ഏത് നേരത്താന്തോ ഇവനെ തൂക്കാൻ. എന്നെ കൊണ്ടുപോകാൻ പറ്റൂടാ, കാലം തെണ്ടി. ഓട്ട മത്സരം കഴിഞ്ഞ് ഫസ്റ്റ് അടിച്ച നീ എവിടം വരെ പോകുമോ അവിടം വരെ ഞാനും വരും. നിന്നെ കൊണ്ടേ ഇവിടെ നിന്ന് പോവും. ഞാൻ വന്നില്ലെങ്കിലാ? എടേ, എനിക്ക് അവിടെ ടാർഗറ്റ് ഒക്കെ ഉണ്ട്. 50 പേര് വേണം, അല്ലെങ്കിൽ എന്നെ പിരിച്ചുവിടും. നീ കളിക്കാതെ വന്നാണ്. ഏതായാലും നീ അവരൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വാ. എടാ, മേളിൽ നല്ല ലൈഫാണ്.
പൊട്ടാൻ വിശ്വസിച്ചു. കിടക്കണ കിടപ്പ് വേണ്ടില്ല, ഇത്രയ്ക്ക് സുന്ദരനായിരുന്നല്ലേ ഞാൻ. വളിച്ച മോന്ത. ജലജെ, നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ? ഭാര്യ അടുത്ത് പറഞ്ഞപ്പോ അവര് കേക്കുകയും ചെയ്ത് കരച്ചില് നിർത്തുകയും ചെയ്ത്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ജലജെ. മരിച്ചു കഴിയുമ്പോ എല്ലാ ഭർത്താക്കന്മാരും ഇത് തന്നെ പറയണത്. മക്കളെ നീ പൊന്നെ പോലെ നോക്കണം കേട്ടാ. പൊന്നെ പോലെ നോക്കാൻ നീ ഉണ്ടാക്കി ഇട്ടേക്കയല്ലേ, എന്തോന്നിടേ പറയണ. എന്റെ രഘുചേട്ടാ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങോട്ട് പോയത്? കൊടൈക്കനാല് ഊട്ടിയിലും ടൂറ് പോയത്. ഇതല്ലേ ചന്ദ്രി. എവർക്കും നാട്ടുകാരെന്ന് നല്ല പ്രാക്കുണ്ട് കേട്ടാ. മിക്കവാറും ഞാൻ ഒരു വരവും കൂടി വരേണ്ടി വരും. വരണ്ട, എന്റെ ജലജയ്ക്ക് ആകെയുള്ള കൂട്ടാണ് അവള്. അച്ഛാ, എല്ലാത്തിനും സോറി അച്ഛാ, സോറി. മക്കളെ, അച്ഛനടുത്ത് സോറി എന്നും പറയട്ട. പിന്നെ പഠിച്ച് വളർന്ന് വലുതായി ഡോക്ടർ ആവണമെന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ രണ്ടതിന് ബുദ്ധിയില്ലല്ലോ. സത്യം. അതുകൊണ്ട് വല്ല തട്ടിയും മുട്ടിയൊക്കെ ജീവിച്ചു പോയി. അമ്മയെ നോക്കിയാൽ കന്നഡ കാല എന്റെ മക്കൾക്ക് എന്നോടുള്ള സ്നേഹം. നീ അവന്റെ ഒക്കെ ചെറിയില് നോക്കിക്കാണ്. എന്ത് ഗ്യാപ്പ് കിട്ടുമ്പോ നീ വാങ്ങിച്ചു വെച്ചേക്കണ ക്രീം കേക്ക് അവന്മാരുടെ അടുത്ത് നപ്പണുണ്ട്. പോടാ ചുമ്മാ ബാ അടുത്ത ആളെ കാണാം. ഏതാടാ പാർക്കും നമ്മുടെ രഘുവിന് സംഭവിച്ച ഒരു യാത്ര പോലും നമ്മളത് ചോദിക്കാതെ അവക്ക് പോയി കളഞ്ഞടാവേ. ഇതാണ് എന്റെ ചങ്ങായിമാര്. ഇത് ഞാൻ എങ്ങനെ സഹിക്കോടാ? മനസ്സിൽ കല്ല് വെച്ച ഭാരം പോലെ. ഒരു ചുറ്റിയിലെടുത്തതാ അവന്റെ കല്ലടിച്ച് പൊട്ടിക്കണ കാര്യം ഞാൻ ഏറ്റ്. പറ്റില്ല പാർക്കും, എനിക്ക് പറ്റില്ല. ഇത് ഞാൻ അടിച്ച് പോടവരെ അടിച്ച് ഗുർമത്താവും. എന്റെ കരട് വാടി പോണെങ്കി പോട്ട്. എടേ, നമുക്ക് ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് പോവാ. മിക്കവാറും നിന്റെ ഒരു കൂട്ടുകാരൻ കരള് പൊട്ടി തീരും. അവനെയും കൂടെ നമുക്ക് അങ്ങ് തൂക്കാം. കുടിക്കല്ലേ കുടി നിറയെ കുടിക്കല്ലേ. ഇവൻ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കൂല. നെക്സ്റ്റ്. പടച്ചോനെ, നീ എന്തൊക്കെ പരീക്ഷണമാണ് ആൾക്കാർക്ക് കൊടുക്കണത്. ഇതെല്ലാം താങ്ങാൻ ആ കുടുംബത്തിന് നീ കരുത്ത് കൊടുക്കണേ അല്ലാ. ജമാലെ, നാളെ ആവുമ്പോ ആള് കൂടും. അപ്പൊ വരണവർക്കും പോണവർക്കും കൊടുക്കാൻ ഇഡലിയും സാമ്പാറും കരുതണ്ടേ? ഇഡലിയും സാമ്പാറും കരുതണ്ട, ഞമ്മക്ക് ബിരിയാണി കരുതാം. രഘുവിന് ഇഷ്ടം ബിരിയാണി ആയിരുന്നല്ലേ, ഞാൻ അത് മറന്നു. ഓന് മാത്രമല്ല, ഞമ്മക്കും ബിരിയാണി ഇഷ്ടമാണ്. ജമാലിയാക്ക, മാധവ, നിങ്ങളെയൊക്കെ ഫുഡിന്റെ പേരിൽ ഞാൻ കുറെ കളിയാക്കിയിട്ടുണ്ട്. എന്നോട് പൊറുക്കണം. ചിരിക്കണം. ഇതൊക്കെ മരിച്ചു കഴിയുമ്പോഴല്ല പറയാനുള്ളൂ, ജീവിച്ചിരിക്കുമ്പോഴാണ്. പിന്നെ നാളെ ആഹാരം വിളമ്പണവരടുത്ത് പിടിച്ചു വിളമ്പാൻ പറയണം. വരണവർക്ക് ചിലപ്പോൾ തികയാതെ വരും അല്ലേ മാധവ? വരണവർക്ക് തികഞ്ഞില്ലെങ്കിലും വേണ്ടൂല, അവസാനം നമുക്ക് തികയാതെ വരും. പഠിച്ചു കോരണം. തികയണേ. നിനക്ക് ഇവരൊക്കെ മരിക്കണത് എങ്ങനെയാണെന്ന് അറിയണോ? ഫുഡ് തൊണ്ടേ കുരിക്കണമെന്ന് അറിയാം. ഏത് ഫുഡാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. VFCയിലെ ബ്രോസ്റ്റഡ് ചിക്കൻ. ബ്രോസ്റ്റഡ് ചിക്കൻ ഒന്നും വാങ്ങിച്ച് കഴിക്കല്ലേ നിങ്ങൾ? കഴിക്കും, എനിക്കറിയാം. ആർത്തി കൊണ്ട് കഴിക്കും. കഴി. നീ എന്തിനിടെ കിടന്ന് മോങ്ങണത്? ഇനി നിനക്ക് അങ്ങോട്ട് കടങ്ങളില്ല, പ്രാരാബ്ദങ്ങളില്ല. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് പറയണ കണക്ക് ഫ്രീ ബേർഡ് ആയിട്ട് നടക്കാമല്ലോ. കരഞ്ഞ് മെഴുകിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഞാൻ വെറുതെ വിടൂല. ഒരവസരവും കൂടെ ഇതിലേതെങ്കിലും ഒന്ന് തൊട്. അവസരമില്ല, ഒട്ടും അവസരമില്ല. ഇനി ഒരു അവസരം തന്നാലും നീയൊക്കെ പഴയ കന്യന്തിരു എന്നെ കാണിക്കും. ഞാൻ അങ്ങനെ താളല്ല. നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നീ അങ്ങനെ താളാണ്. ഐ ഹാവ് നോ എമ്പതി, നോ സിമ്പതി, ഓൺലി തളപതി. സിമ്പതി എമ്പതി ഇല്ലാന്ന്. ഇനിയിപ്പോ ഇത് കയ്യിൽ എങ്ങോട്ടായിരിക്കും പോണത്? ഒന്നീ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. ഞാൻ എവിടെയായിരിക്കും? നിന്റെ സ്വഭാവം വെച്ചിട്ട് നരകത്തിൽ തന്നെ. അവിടെ മറ്റേ തിളച്ച എണ്ണയിൽ മുക്കിക്കണ പരിപാടിയൊക്കെ ഉണ്ട്. ഏത് എണ്ണയിലായിരിക്കും? സഫോള അല്ലാതെ സൺഫ്ലവർ ഓയില്ല. ഈ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല പൈസ ഇല്ലേ, അതുകൊണ്ട് പാമോ ഇല്ലായിരിക്കും. എന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാനായിട്ട് ഇങ്ങോട്ട് വിടൂ. നിന്നെ പരോള് തന്ന് ഇങ്ങോട്ട് ഇറക്കാനേ സെൻട്രൽ ജയിലിലോട്ടല്ല കൊണ്ടുപോകണത്. എല്ലാരും വിട്ട് വരാനേ എനിക്കൊരു മടി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാരും കൂടെ അങ്ങോട്ട്. വേണ്ട, അവരെല്ലാരും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പിന്നെ ആധാർ കാർഡിന്റെ ഒരു കോപ്പി എടുത്ത് വെച്ചേക്കണം, അതുണ്ടെങ്കിൽ അങ്ങോട്ട് കയറാൻ പറ്റൂ.
എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ അവരൊന്ന് കണ്ടിട്ട് വരട്ടെ. ഇത്രയും നാളും കണ്ടല്ലേടാ, ഇനിയിപ്പോ എന്തൊരു കാണാൻ? പ്ലീസ്. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ എന്നാലും പോയല്ല. നിങ്ങളെ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ രണ്ടാമത് കല്യാണമൊന്നും കഴിക്കൂല. വെറുതെ പറയണതാണ് അതൊക്കെ. കഴിച്ചാൽ ഞാൻ ഒരു വരവും കൂടി ഇങ്ങോട്ട് വരും, നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട്. പിന്നെ മക്കൾ അടിക്കടിക്കൊന്നും ചെയ്യരുത്, അടിച്ചാലും നന്നാവൂല, അറിയാല. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല. ബൈ. എന്തോന്നടേ നീ ഈ പറയണത്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി പറഞ്ഞല്ല അവന്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ഈ ക്ലയന്റിന്റെ അടുത്ത് എന്തൊരു പറയും? എൻ്റെ വീട് പോവാൻ കാല. പോവാൻ വരട്ടെ. കാലനൊരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. നീ ഓരകു അല്ലേ? ഓരകു, ഓച്ചന്തുരുത്തുരകു അഥവാ ഓന്തുരകു. ആ, എന്നാ ഓരകു പോയി ജീവിച്ചോ. ഞാൻ അന്വേഷിച്ചു വന്ന ക്ലയന്റ് പൂരകുവാണ്. അധികം സന്തോഷിക്കൊന്നും വേണ്ട, ഏത് സമയത്തും ഞാൻ വരും. ഓക്കെയോ? ചിലച്ചേ കഴിച്ചു നിർത്തടി, നിന്റെ ചേട്ടൻ വന്ന്. മക്കളെ ഇനി ആ പൂരകുവിന് എവിടെ നിന്ന് കണ്ടുപിടിക്കുമോ എന്തോ. അറിഞ്ഞിട്ട പേര് തന്നെ. ജാങ്കോ പോത്തെ വേടാ, പോവാ. ജാങ്കോ, ജാങ്കോ പോത്തെ, ഇവിടെ കെട്ടിയിരുന്ന എന്റെ പോത്തെവിടെ? ഇനി ആ മാധവന്റെ ജമാലിന്റെ കണ്ണിപ്പെടുത്താന്തോ. ജാങ്കോ.